കർഷകരുടെ പ്രശ്നത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രൂക്ഷ വിമർശനത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് എൻസിപി നേതാവ് ശരത് പവാർ. താൻ കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയെ സംസ്ഥാനത്തെ കാർഷിക പ്രതിസന്ധിയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ശരത് പവാർ തിരിച്ചടിക്കുന്നത്. ശരത് പവാർ കേന്ദ്രത്തിൽ കൃഷിവകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലയളവിൽ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. ഒരിക്കൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി തന്നെ വിളിച്ച് തനത് കൃഷിരീതിയിൽ പഠിക്കാൻ ഇസ്രയേൽ സന്ദർശിക്കണമെന്ന് പറഞ്ഞിരുന്നു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളുമായി അദ്ദേഹം എന്റെ അടുക്കൽ വരാറുണ്ടായിരുന്നു. എന്നെ ഗുജറാത്തിലേക്ക് പോലും കൊണ്ടുപോയി. ഒരിക്കൽ ഇസ്രായേൽ സന്ദർശിക്കാൻ ആഗ്രഹിച്ചതിനാൽ ഞാൻ അദ്ദേഹത്തെ അവിടെയും കൊണ്ടുപോയി. നരേന്ദ്രമോദി എന്തു പറഞ്ഞാലും ഇപ്പോൾ എനിക്ക് ആശങ്കയൊന്നുമില്ല എന്നാണ് പവാർ പറയുന്നത്. ശരത് പവാർ കേന്ദ്ര കൃഷിമന്ത്രിയായിരിക്കെ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം എൻസിപി നേതാവിനെ രൂക്ഷമായി വിമർശിച്ചത്. അതേസമയം പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകൾ സമുദായങ്ങളെ അടുപ്പിക്കുന്നതിന് പകരം രാജ്യത്ത് സാമുദായിക അസ്വാരസ്യം വർദ്ധിപ്പിക്കുമെന്ന് എൻസിപി അധ്യക്ഷൻ വ്യക്തമാക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ ഡിൻഡോരി ലോക്സഭാ മണ്ഡലത്തിൽ തന്റെ പാർട്ടി സ്ഥാനാർത്ഥി ഭാസ്കർ ഭഗാരയ്ക്കു വേണ്ടി നടത്തിയ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ മതങ്ങളും ജാതികളും തമ്മിലുള്ള സാമുദായിക അസ്വാരസ്യം വർദ്ധിപ്പിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ച രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ന് നാസിക്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടു. അത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെയായിരുന്നു. സമുദായങ്ങളെയും മതവിഭാഗങ്ങളെയും കൂടുതൽ അടുപ്പിക്കുന്ന നിലപാടുകളായിരുന്നില്ല അദ്ദേഹം സ്വീകരിച്ചത് എന്ന് ശരത് പവാർ പറഞ്ഞു. മേഖലയിലെ ജലക്ഷാമവും ശരത് പവാർ പരാമർശിച്ചു. നാസിക് ജില്ലയിൽ ജലലഭ്യതയുടെയും വിതരണത്തിന്റെയും പ്രശ്നമുണ്ട്. ലഭ്യമായ വെള്ളത്തിന്റെ കുറച്ച് ഗുജറാത്തിലേക്ക് തിരിച്ചുവിടുന്നു. സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. അതിനിടെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകൾ കൂടുതൽ വിചിത്രമാണെന്നും അദ്ദേഹത്തിന്റെ പ്രസംഗം എഴുതിയവരുടെ സമനില തെറ്റിയെന്ന് കാണിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരവും മോദിക്കെതിരെ ആഞ്ഞടിച്ചു. ഹിന്ദു മുസ്ലിം വേർതിരിവ് കളിച്ചാൽ താൻ പൊതുജീവിതത്തിൽ യോഗ്യനായിരിക്കില്ലെന്ന് അദ്ദേഹം ഇന്നലെ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിക്കുന്ന പതിവ് കളിയാണ് അദ്ദേഹം കളിച്ചത്. കേന്ദ്ര ബജറ്റിന്റെ 15% മുസ്ലിങ്ങൾക്ക് മാത്രമായി ചെലവഴിക്കാൻ ഡോക്ടർ മൻമോഹൻ സിംഗ് പദ്ധതി തയ്യാറാക്കിയെന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ആരോപണം പൂർണ്ണമായും തെറ്റാണെന്ന് പി ചിദംബരം എക്സിൽ കുറിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് എൻസിപിയെയും പാർട്ടി അധ്യക്ഷൻ ശരത് പവാറിനെയും ബിജെപിയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു. ജൂൺ 4-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതോടെ എൻസിപിക്കും ശരത് പവാറിനും ബിജെപിയിൽ ചേരാമെന്നാണ് നരേന്ദ്രമോദി കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത്. കോൺഗ്രസിൽ ലയിച്ചു മരിക്കുന്നതിന് പകരം അജിത് പവാറിന്റെയും ഏക്നാഥ് ഷിൻഡെയുടെയും അടുത്തേക്ക് വരൂ എന്നാണ് മഹാരാഷ്ട്രയിലെ നന്ദുർബാറിൽ നടന്ന റാലിയിൽ മോദി പറഞ്ഞത്. ശരത് പവാറിന്റെ അനന്തരവൻ കൂടിയായ അജിത് പവാർ കഴിഞ്ഞ വർഷം ജൂലൈയിൽ എൻസിപിയിൽ പിളർപ്പുണ്ടാക്കുകയും ഭൂരിപക്ഷം MLA-മാരുമായി മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ബിജെപി ശിവസേന സർക്കാരുമായി കൈകോർക്കുകയും ചെയ്തിരുന്നു. എൻസിപിയെ കോൺഗ്രസിൽ ലയിപ്പിക്കുന്നതിനുള്ള ചില സൂചനകൾ അടുത്തിടെ ശരത് പവാർ നൽകുകയും ചെയ്തു. എന്തുവന്നാലും ബിജെപിക്കൊപ്പം പോവാൻ ശരത് പവാറിനെ കിട്ടില്ലെന്നുറപ്പായി.